ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കണക്ക് കച്ചി തന്നെയാണ് ലോഡ്. മുമ്പേ ലോഡ് ഇറക്കി അടുത്തുനിന്ന് ഒരു 100 കിലോമീറ്റർ 90 സംതിങ് പാടത്ത് ഇവിടുന്ന് ഫ്രാൻസിൽ നിന്ന് നെതർലാൻഡിലേക്ക്. പക്ഷേ ഇതേ കാണുമ്പോൾ ഓർമ്മ ഒരു നാട്ടിൽ വെള്ളിമ ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു 2 ചാക്കും ഒരു ലുങ്കി ഒരു ഷർട്ടും എടുത്ത് ഒപ്പം പുല്ല് കെട്ടുന്ന ഒരു കത്തി എടുത്തിട്ടിരിക്കും ബാഗിൽ. ഇപ്പോൾ ഹോസ്പിറ്റൽ ഓട്ടോ ഒക്കെ ആണെങ്കിലേ ചില മണിക്കൂറുകളൊക്കെ താമസിക്കും. അപ്പോൾ NS ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ തന്നെ പോച്ചയുണ്ട്. അപ്പോൾ ആ സമയം വീട്ടിൽ പശു ഉണ്ടായിട്ട് പോച്ചയും കൂടെ അറുത്ത് ആ 1 മണിക്കൂർ സമയം പോകണമെന്ന് പറയത്തില്ല, നമ്മുടെ കാര്യം നടക്കും. ഇനി ഈ കച്ചി മൊത്തം ഇത് കയറി മൊത്തം പൊടിയായിരിക്കും കേട്ടോ. ഇതിനി സംഭവം സെറ്റാണ് കേട്ടോ. ഭയങ്കര പരിപാടികളൊക്കെയാണ്. ഒരു കാര്യം ഇതൊക്കെ വെച്ച് തള്ളി പിന്നെ ഇത് കുറച്ച് വെളിയിലോട്ട് തള്ളി വയ്ക്കും. പിന്നെ അമ്മമാരത് വീണ്ടും അങ്ങോട്ട് ഞെരുക്കി വണ്ടി ഒരുമാതിരി പോണേ കണ്ട അടി കൊണ്ട പാമ്പിനെ പോലെയായിരിക്കും പോണത്. എന്താ സിസ്റ്റം കണ്ട എല്ലാത്തിനും മിഷൻ. ഇതിനിടയ്ക്ക് നമ്മുടെ കൂട്ടുകാരൻ്റെ വണ്ടിക്കകത്ത് ലോഡ് കയറ്റിയിട്ട് ഇത് വെച്ച് തള്ളിയതാണ് ബാക്കിൽ. കച്ചി തള്ളിയ മേടത്തെ ഇതിൻ്റെ ആംഗ്ലർ വന്ന് ഇതിൻ്റെ വണ്ടിയിൽ ആംഗ്ലർ തട്ടി അതെല്ലാം വളഞ്ഞു പോയി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ബാക്കിയെല്ലാം കൂടെ ചെയ്തു വന്നെങ്കിൽ നമ്മളെ പണി അത്ര എളുപ്പമാവും. അപ്പോൾ ലോഡ് കയറ്റുന്നതനുസരിച്ച് ആ സൈഡിൽ നിന്ന് ക്ലിപ്പുകളെ കിട്ടുമല്ലോ. വണ്ടിക്ക് ടൂൾസ് ബോക്സ് ഒന്നേ ഉള്ളൂ. കണ്ട ഈ ഒരൊറ്റ ബോക്സേ ഉള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം എല്ലാ ലോഡിനും ഇറക്കിയും കയറ്റി എല്ലാം ചെയ്യണം. പാവപ്പെട്ട എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബാക്കി ലോഡ് കയറ്റിയതിന് ശേഷം